KPMSന്റെ രാഷ്ട്രീയ നിലപാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കും. ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടത് ഇനി അധികാരത്തിൽ ഏറുന്ന സർക്കാർ ഓരോ മുന്നണികളുടെയും പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുമെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള സാമൂഹിക നീതിയുടെ ഒരു ടൂൾ എന്നുള്ള നിലയിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണികളും പാർട്ടികളും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗരവതരമായി വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന നയസമീപനങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും ഒരു നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളോടെല്ലാം ഞങ്ങൾ നല്ല പോസിറ്റീവ് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞതുപോലെ ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 2025 ജൂൺ മാസം 16-ാം തീയതി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ പുതിയ ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ഈ കാര്യത്തിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഞങ്ങൾ നിലപാട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സാമൂഹ്യ നീതിയുടെ ആശയങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതല്ല UDF ആയാലും LDF ആയാലും ശരി തന്നെ ഒരു മുന്നണിയുടെ ചട്ടക്കൂടിൽ മത്സരിക്കുമ്പോൾ അത് ഇത്തരം സാമൂഹ്യമായ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും മുന്നണികളുടെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ നയങ്ങളും പരിപാടികളും വിപ്പ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമുണ്ട്. ജാതി സെൻസസ് ഒരു പ്രധാനപ്പെട്ട അധികാര വിഭവ പങ്കാളിത്തത്തിന്റെ ശരിയായ സ്ഥിതിവിവര കണക്കുകൾ വരിക എന്നുള്ളത് ഇപ്പൊ ഈ മുന്നോക്ക സംവരണം കൂടി വന്ന പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്.